അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 30. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയസ്ലാ നാറൻ ദാത ലഹബ് وامرأته حمالة الحطب في جيدها حبل من مسد. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ മസദിന്റെ അവശേഷിക്കുന്ന ചർച്ചയിലേക്കാണ് നാം കടന്നു വരുന്നത്. അബൂലഹബ് നശിച്ചു പോകട്ടെ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശാപ പ്രാർത്ഥന നടത്തിയതിനു ശേഷം തുടർന്ന് അല്ലാഹു പറയുന്നു, ഭൂമിയിൽ അവന് നാശവും സങ്കടവും ഒക്കെ വരുമെങ്കിൽ നാളെ ആഖിറത്തിൽ സയസ്ലാ നാറൻ ദാത ലഹബ്, ശേഷം അവൻ തീജ്വാലകളുള്ള നരകത്തിൽ കടക്കാൻ പോവുകയാണ്. സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ, തീയുണ്ടകൾ ധാരാളമുള്ള നരകത്തിൽ അവൻ പ്രവേശിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നർത്ഥം. അബൂലഹബിന്റെ പേര് സത്യത്തിൽ അബൂലഹബ് എന്നല്ല, മറിച്ച് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അവന്റെ പേര്. അള്ളാഹുവിന്റെ അടിമയാകേണ്ട അവന് അബ്ദുൽ ഉസ്സ എന്ന് പേര് വെച്ചത് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഖുറൈശികൾ അവനെ വിളിച്ചിരുന്ന ഓമനപ്പേരിൽ തന്നെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തും അവനെ അഭിസംബോധന ചെയ്തത്, അബൂലഹബ്, അബൂലഹബിന്റെ കൈകൾ യദാ അബീലഹബ് എന്ന് പറഞ്ഞുകൊണ്ട്. ഖുറൈശികൾ അങ്ങനെ വിളിക്കാൻ കാരണം അബൂലഹബിന്റെ മുഖകാന്തി കൊണ്ടായിരുന്നു, മുഖത്തിന്റെ സൗന്ദര്യവും തെളിച്ചവുമായിരുന്നു അതിന് കാരണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകളിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിന് അവന്റെ പേര് ഉസ്സയുടെ അടിമ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതോടൊപ്പം തന്നെ മുശ്രിക്കുകൾ അവന് ചാർത്തിക്കൊടുത്ത ഓമനപ്പേര് അവന് വല്ലാതെ ചേരുമെന്ന ഒരു സൂചനയും കൂടെയാണ് അബൂലഹബ് എന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ അള്ളാഹു അവന്റെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കാനല്ല അബൂലഹബ് കാന്തിയുള്ളവൻ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, മുഖത്തിന് തെളിച്ചമുള്ളവൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അബൂലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാലകളുടെ ഉപ്പ, നരകത്തിന്റെ തന്ത എന്ന് വേണമെങ്കിൽ പറയാം. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നരകത്തെ പരിചയപ്പെടുത്തുമ്പോൾ സയസ്ലാ നാറൻ ദാത ലഹബ്, വിശുദ്ധ ഖുർആനിൽ ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ദാത ലഹബ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാത്ത സ്ഥലത്തൊക്കെ നാറൻ തലല്ലാ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സഈർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് കത്തിജ്വലിക്കുന്നതിന് വിവിധ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ദാത ലഹബ് എന്ന പ്രയോഗം നടത്തിയത് ഇവിടെ മാത്രമാണ്. അതും കൂടെ സൂചിപ്പിക്കാനാണ് ഇവന്റെ പേര് എല്ലാ അർത്ഥത്തിലും ഒരു നരകാവകാശിയാണെന്ന നിലക്ക് അത് പൊരുത്തമുള്ള പേരാണെന്ന് കാണിക്കാൻ. അപ്പൊ അള്ളാഹു അവനെ ഇകഴ്ത്തിക്കൊണ്ടാണ് അബൂലഹബ് എന്ന് വിളിച്ചത്. സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബ്, അവന്റെ കെട്ടിയോളും അവന്റെ കൂടെ നരകത്തിൽ പ്രവേശിക്കും, സംശയിക്കണ്ട. വിറകുകെട്ടി പെണ്ണിനെയാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവളുടെ കഴുത്തിൽ പനനാരുകൊണ്ടുള്ള ഒരു മാലയുണ്ട്, ഒരു കയറുണ്ട്. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല, സ്വർണത്തിന്റെ മാല, അത് പൊക്കിപ്പിടിച്ചിട്ടൊരു ദിവസം അവൾ പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബിന്റെ ഭാര്യ മൂത്തമ്മ ഒരു ദിവസം പ്രഖ്യാപിച്ചു ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന്, തീർച്ചയായും ഈ മാല മുഹമ്മദിനെ നിങ്ങൾ വകവരുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിലേക്ക് സംഭാവനയാണെന്ന് പറഞ്ഞ് അത്ര